260 കിലോമീറ്റർ IDC റേഞ്ച് കൊടുക്കുന്ന ഒരു ഇലക്ട്രിക് ബൈക്കാണിത്. ഇതിന് ഗിയറുമുണ്ട്. ഗൈസ്, ഇതാണ് ഏറ്റവും പുതിയ അവോർ ഇലക്ട്രിക് ബൈക്ക്. അതായത് EX2S എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇവരുടെ ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.25 lakhs ആണ് എക്സ്-ഷോറൂം. ഫസ്റ്റ് 10,000 കസ്റ്റമേഴ്സിന്. അതിനുശേഷമുള്ളവർക്ക് 1.35 lakhs ആണ്. അപ്പോൾ ഇതിന് 2 ബാറ്ററി പാക്കാണ് വരുന്നത്. 3.2 കിലോവാട്ടിൻ്റെയും അതുപോലെ 5 കിലോവാട്ടിൻ്റെയും. അവോറിൻ്റെ EX2S എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 5 കിലോവാട്ടിൻ്റെയാണ്. 260 കിലോമീറ്ററാണ് IDC റേഞ്ച് അവോർ ക്ലെയിം ചെയ്യുന്നത്. അപ്പം റിയൽ വേൾഡ് കണ്ടീഷനിൽ നമുക്ക് ഏകദേശം ഒരു 180 അടുപ്പിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 114 കിലോമീറ്ററാണ് ടോപ്പ് എൻഡ് മോഡലിൽ. ഇതിൽ വന്നിരിക്കുന്ന മീറ്റർ കൺസോൾ ഡിസ്പ്ലേ 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്, ടച്ച് സ്ക്രീനാണ്. കൂടാതെ ഇതിനകത്ത് 1500 വാട്ട്സിൻ്റെ ഇൻബിൽറ്റ് ചാർജറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻബിൽറ്റ് ചാർജറാണ് ഈ കാണുന്നത്. നമുക്ക് 16 amp പ്ലഗാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം അവോർ പറയുന്നത് 20 to 80% 2 മണിക്കൂറിൽ ചാർജ് ആകും എന്നാണ്. അപ്പോൾ ഫുൾ ചാർജിൻ്റെ കാര്യം 0 to 100% കാര്യം അവർ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറിൽ ചാർജ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇതിൽ 6ഓളം റൈഡിംഗ് മോഡ്സുകൾ വരുന്നുണ്ട്. കൂടാതെ ഇതിന് ഗിയറും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഗിയർ 4 ഗിയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ഓളം കളേഴ്സ് ഉണ്ട്. ടോപ്പ് എൻഡ് മോഡലിൽ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ബ്ലൂ, വൈറ്റ്, അതുപോലെ റെഡ് കളർ ഓപ്ഷനുണ്ട്, ബ്ലാക്ക് ഓപ്ഷനുണ്ട്, ഗ്രേ ഓപ്ഷനുണ്ട്. അത് മാറ്റ് ഫിനിഷാണ് ഗ്രേ ഓപ്ഷൻ. 10.5 കിലോവാട്ടാണ് ഇതിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത്. PMSM മോട്ടറാണ്, ബെൽറ്റ് ഡ്രൈവാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ പീക്ക് ടോർക്ക് എന്ന് പറയുന്നത്, വീൽ ടോർക്ക് വരുന്നത് 250 ന്യൂട്ടൺ മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിസൈൻ ഓവറോൾ നോക്കുമ്പം ഒരു കമ്പ്യൂട്ടർ ബൈക്കിൻ്റെ സെറ്റപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി പാക്ക് ഇവിടെ കാണാം. അതുപോലെ EX2S എന്ന് പറയുന്ന ഒരു ലോഗോ കാണാം. ഓവറോൾ ലുക്ക് വൈസ് അടിപൊളിയായിട്ടുണ്ട്. ഓരോ ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ഒരു സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. റൈഡറിനും അതുപോലെ പില്ലിനും ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. നല്ലൊരു ഗ്രാബ് റെയിലും കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ വൈസ് നമുക്ക് എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു ബൈക്കുമായിട്ട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ചാർജിങ് പോർട്ട് നമുക്കിത് ഈ ഫ്യൂൽ ടാങ്ക് പോലെ വരുന്ന ആ ഒരു ഓപ്ഷനിലാണ്. 1500 വാട്ട്സിൻ്റെ ചാർജറാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന വീൽ എന്ന് പറയുന്നത് അലോ വീൽസാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്. അതുപോലെ ടയർ സൈസ് എന്ന് പറയുന്നത് റിയറിൽ 100 സെക്ഷനും ഫ്രണ്ടിൽ 90 സെക്ഷനുമാണ് വന്നിരിക്കുന്നത്. സിയറ്റിൻ്റെ ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വരുന്ന ബെൽറ്റ് ഡ്രൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോപ്പ് എൻഡ് മോഡലിൽ ബെൽറ്റ് ഡ്രൈവാണ്, ബേസ് വേരിയൻറ്റിൽ ചെയിൻ ഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ റിയർ ബ്രേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടത് സൈഡിൽ വേറൊരു സംഗതി കൂടെ കാണാം. ഇതിനകത്ത് മെയിൻ ഒരു ഹൈലൈറ്റ് ആണ്. ഇതിന് ഗിയറും കൂടെ വരുന്നുണ്ട്. ഗിയർ ലിവർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ 4 ഗിയർ മോഡ്സാണ് വരുന്നത്. ഒരു കമ്പ്യൂട്ടർ ബൈക്ക് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നത് പോലെ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കൺസോൾ ഒന്ന് കാണിച്ചു തരാം. നമുക്കിപ്പം 89% ചാർജുണ്ട്. അപ്പോൾ 195 കിലോമീറ്ററാണ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും ലോ പവർ മോഡും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കൂടെ റേഞ്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന റെഡ് ബൈക്ക് നമുക്ക് EX2 എന്ന് പറയുന്ന അവോറിൻ്റെ ബൈക്കാണ്. മിഡ് വേരിയൻ്റ് ആണ്. അതായത് ഇതിൽ IDC റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് 255 കിലോമീറ്ററാണ്. അതുപോലെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. പിന്നെ ഇതിൽ 5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് വന്നിരിക്കുന്നത്. മോട്ടോർ പവർ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. 7.5 കിലോവാട്ടിൻ്റെ പീക്ക് പവറാണ് കിട്ടുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗിൻ്റെ സിമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ 4 റൈഡിംഗ് മോഡ്സേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തും PMSM മോട്ടറാണ് വന്നിരിക്കുന്നത്. മിഡ് ഡ്രൈവ് മോട്ടറാണ്, ബെൽറ്റ് ഡ്രൈവാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് TFT അല്ല, ഒരു നോർമലായിട്ടുള്ള ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. ഈ കാണുന്നത് അവോറിൻ്റെ EX1 എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഏറ്റവും ബേസ് വേരിയൻ്റാണ്. ഇതിൽ 3.24 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി റേഞ്ച് IDC ക്ലെയിം ചെയ്യുന്നത് 160 കിലോമീറ്ററാണ്. ടോപ്പ് സ്പീഡ് 100 കിലോമീറ്ററാണ്. 7.5 കിലോവാട്ടിൻ്റെ മോട്ടർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും 4 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. പിന്നെ ഒരു പ്രധാന വ്യത്യാസം, ഇതിനകത്ത് ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്, ബെൽറ്റ് ഡ്രൈവ് അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ മോഡലിൽ ഗിയർ ഇല്ല. ടോപ്പ് എൻഡ് മോഡലിന് മാത്രമാണ് അതുപോലെ ഗിയർ കൊടുക്കുന്നത്. അപ്പോൾ ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 1.25 lakhs ആണ് എക്സ്-ഷോറൂം. അത് ആദ്യത്തെ 10,000 കസ്റ്റമേഴ്സിന് മാത്രമാണ്. പിന്നെ 1,35,000 രൂപയാണ് എക്സ്-ഷോറൂം വരുന്നത്. അപ്പം ഈ കാണുന്നത് അവരുടെ ഷാസിയുടെ ഒരു സ്കെലിറ്റനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ വളരെ ബെറ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് ഇവിടെ ഗ്യാപ്പുകൾ കാണാൻ പറ്റും. അപ്പം ബാറ്ററി ഹീറ്റ് ആവുന്ന സമയത്ത് അതിലൂടെ ഡെസിപ്പേറ്റ് ചെയ്ത് ഹീറ്റ് പുറത്തു പോകും.
അപ്പോൾ അങ്ങനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു തോട്ട് അവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് മാനേജ്മെൻറ്റ് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഓവർ ഹീറ്റിംഗ് ഉള്ള കാര്യങ്ങളൊന്നും വരാനുള്ള സാധ്യത കുറയും. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിലും ഈ നടുവിലുള്ള ഗ്യാപ്പ് ഇതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ടൈപ്പിലുള്ള എയർ വെൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ ഈ താഴെ കാണുന്നതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. പിന്നെ ഈ ബൈക്കിൽ ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ 84% ചാർജിൽ 183 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത്. അപ്പം നല്ലൊരു റേഞ്ച് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ AI സ്റ്റാക്ക്, 4G, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, വൈഫൈ, GPS, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 81ഓളം ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ CBS ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാറൻറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വാറൻറ്റി അവർ പറയുന്നത് 5 വർഷമാണ്. ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മാസത്തിന് ശേഷം ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ലോഞ്ച് എന്നാണെന്നുള്ളത് ഇപ്പോൾ ഐഡിയ ഇല്ല. പിന്നെ ഓവറോൾ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡ് മോഡലിന് 1,70,000 രൂപയാണ്. മിഡ് വേരിയൻറ്റിന് 1,50,000 രൂപയാണ്. ബേസ് മോഡലിന് 1,25,000 രൂപയാണ്. ആദ്യത്തെ 10,000 കസ്റ്റമേഴ്സിന് പിന്നീട് 1,35,000 രൂപയാക്കി അവർ മാറ്റും. അപ്പോൾ എന്തായിരുന്നാലും ഓവറോൾ ഈ വണ്ടിയുടെ ഡിസൈനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ലിങ്ക് പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ.